മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ശബരിമലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് സൗകര്യമുണ്ടാകും. സ്പോട്ട് ബുക്കിംഗിന് പമ്പയിൽ മാത്രം 7 കൗണ്ടറുകൾ. 1500 ചെറിയ വണ്ടികൾക്ക് പമ്പയിൽ പാർക്ക് ചെയ്യാം. 18ാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോണിന് വിലക്കുണ്ടാകുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത്ത് ചേരുകയാണ്. മണ്ഡലകാലം ആരംഭിക്കാൻ ഇനി 3 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഇപ്പോൾ അവിടുത്തെ ഒരുക്കങ്ങളെക്കുറിച്ച്, തയ്യാറെടുപ്പുകളെക്കുറിച്ചാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇത്തവണ ഉള്ളത്? നിലവ സൗകര്യങ്ങൾക്ക് പുറത്ത് ഈ 80,000 പേരെന്ന കടുംപിടുത്തത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കാതലായ പ്രശ്നം. കാരണം 70,000 പേർക്ക് മാത്രമാണ് വിർച്വൽ ക്യൂ ഒരു ദിവസം അനുവദിക്കുക. 10,000 പേർക്ക് കൂടി സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം 80,000 പേര് എന്നുള്ളൊരു ഉറച്ച നിലപാടിലേക്ക്, നിയന്ത്രണത്തിലേക്ക് ദേവസ്വം ബോർഡ് പോവുകയാണ്. ഹൈന്ദവ സംഘടനകൾ 1,00,000 പേരെ വരെ ഒരു ദിവസം അവിടെ പ്രവേശിപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോഴാണ് ഈ ദേവസ്വം ബോർഡിന്റെ കടുംപിടുത്തം എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. എന്തായാലും 18 മണിക്കൂറാണ് ഇപ്പോൾ ഒരു ദിവസം ദർശനത്തിന് അനുവദിക്കുക. ഈ 80,000 പേർക്കും സുഗമമായ ദർശനം കിട്ടുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരമായി കാണാൻ പമ്പയിൽ 1500 വണ്ടികൾ, ചെറിയ വണ്ടികൾ കൂടി പാർക്ക് ചെയ്യാൻ ഹൈക്കോടതിയുടെ അനുമതി വന്നിട്ടുണ്ട്. അത് ഭക്തർക്ക് ഒരു തരത്തിൽ പറഞ്ഞ ഒരു ആശ്വാസമാണ്. കാരണം ഈ പമ്പയിലെ പാർക്കിംഗ് എപ്പോഴും ശബരിമല തീർത്ഥാടന സമയത്തേക്ക് വലിയ ചർച്ചകളാകുന്ന പ്രശ്നമാണ്. എന്തായാലും 6 നടപ്പന്തലുകൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. അതിൽ 4,000 പേർക്ക് നിൽക്കാനാകും എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. പിന്നെ ശരംകുത്തിലെ വാട്ടർ ബോയിലർ അതിന്റെ ശേഷി ഉയർത്തിയിട്ടുണ്ട്. അരവണ ആവശ്യത്തിന് സ്റ്റോക്കുണ്ട് എന്ന് പറയുന്നു. ഭക്തർക്ക് അപകട ഇൻഷുറൻസായി 5 ലക്ഷം രൂപ നൽകാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. മരക്കൂട്ടം മുതൽ ചന്ദ്രാനന്ദ റോഡ് വരെ 1,800 പേർക്ക് ഇരിക്കാൻ സ്റ്റീൽ കസേരകൾ, അങ്ങനെയുള്ള നയങ്ങളിലേക്ക് പോയിരിക്കണം. എന്തായാലും ഓൺലൈൻ ബുക്കിംഗ് പൂർണ്ണമായി വരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 10,000 എന്ന സ്പോട്ട് ബുക്കിംഗ് അതൊരു ഭക്തർക്ക് ഒരു ആശങ്കയാണ്. കാരണം പലപ്പോഴും ഭക്തർ കൂടുതലായി സ്പോട്ട് ബുക്കിങ്ങിന് എത്തുമെന്നുള്ളത് മുൻ വർഷങ്ങളിലെ അനുഭവമാണ്. ഈ വർഷവും അതുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. അപ്പോൾ ഈ 10,000 എന്നത് മതിയാകുമോ എന്നുള്ള ചോദ്യം. ശബരിമലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.